ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എം ജി ടൈം. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല, ഇത് ഈവനിങ് സ്നാക്സ് ആയിട്ട് കഴിക്കാം. അതേപോലെ തന്നെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാം. അപ്പം വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വളരെ രുചികരമായിട്ടുള്ള ഈ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനായി ആദ്യം തന്നെ വേണ്ടത് ഇതേപോലെ 2 കപ്പ് വറുത്ത അരിപ്പൊടിയാണ്. അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചതിട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ്ക്ക് പകരം വെളിച്ചെണ്ണ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. പെരുംജീരകപ്പൊടി ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ കഴിക്കുന്ന സമയത്ത് ഇതിന് നല്ലൊരു മണവും രുചിയുമായിരിക്കും. ഇനിയും പെരുംജീരകത്തിൻ്റെ മണം ഇഷ്ടമല്ലാത്തവരോ അല്ലെങ്കിൽ അത് കയ്യിലില്ലാത്തവരോ ആണെങ്കിൽ അതിന് പകരം ചെറിയ ജീരകത്തിൻ്റെ പൊടി ചേർത്താലും മതി. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് മാവൊന്ന് കുഴച്ചെടുക്കണം. നന്നായിട്ട് തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്ത് മാവൊന്ന് കുഴച്ചെടുക്കണം. വെള്ളത്തിൻ്റെ അളവ് ഓരോ പൊടിക്കനുസരിച്ചും വ്യത്യാസം ഉണ്ടായിരിക്കും. നന്നായിട്ട് മൂത്ത പൊടിയാണെന്നുണ്ടെങ്കിൽ വെള്ളം കൂടുതൽ വേണ്ടി വരും. ഇനി നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും പച്ചപ്പൊടി കാണുന്നുണ്ടെങ്കിൽ അവിടേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിരുന്നാൽ മതി. എനിക്കിപ്പോൾ ഇവിടെ 2 കപ്പ് പൊടിക്ക് 1.5 കപ്പ് വെള്ളമാണ് വേണ്ടി വന്നിട്ടുള്ളത്. ഓരോ പൊടിക്കനുസരിച്ചും വെള്ളത്തിൻ്റെ അളവിൽ മാറ്റം വരും. ഇടിയപ്പത്തിനൊക്കെ മാവ് കുഴക്കത്തില്ലേ, ആ ഒരു രീതിയിൽ വേണം ഈ മാവൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. ഇതിപ്പോൾ നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറണം. അപ്പോൾ ഒരു 3 മിനിറ്റ് വരെ നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്. നമുക്ക് കൈ വെച്ച് കുഴയ്ക്കാവുന്ന പാകത്തിനുള്ള ചൂടേ ഉള്ളൂ. ഇനി നമുക്ക് നന്നായിട്ട് കൈ വെച്ചൊന്ന് കുഴച്ചെടുക്കണം. ഇടിയപ്പത്തിന് കുഴച്ചെടുക്കുന്ന പോലെ തന്നെ നന്നായിട്ടൊന്ന് കൈ വെച്ചൊന്ന് കുഴച്ചെടുക്കണം. ഇതിപ്പോൾ നല്ല സോഫ്റ്റായിട്ടൊന്ന് മാവൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറച്ചെടുത്ത് നമുക്ക് ചെറിയ ഓരോ ബോൾസ് ആക്കി ഒന്ന് ഉരുട്ടിയെടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വേണമെങ്കിൽ ഇത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഞാനിപ്പം ഓരോ ചെറിയ ചെറിയ ബോൾസ് ആക്കിയാണ് ഇത് ഉരുട്ടിയെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ ബാക്കി എല്ലാ ബോൾസും ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് വരാം. ഇപ്പോൾ എല്ലാ ബോൾസും ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതേപോലെ ഒരു തട്ട് വെച്ച് കൊടുക്കാം. റെഡിയാക്കി വെച്ചിരിക്കുന്ന ബോൾസ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി ചൂടായ ഒരു പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തുവരപ്പരിപ്പ് അല്ലെങ്കിൽ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതി. ഇനി തുവരപ്പരിപ്പൊക്കെ ഒന്ന് ബ്രൗൺ കളറായി വരണം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ ഇത് കഴിക്കുന്ന സമയത്ത് പരിപ്പ് ഒന്ന് കടിക്കുമ്പോഴത്തേക്കിനും ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇങ്ങനെ കടിക്കുന്നത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ പരിപ്പ് ഒഴിവാക്കി ബാക്കിയെല്ലാം ഇതേപോലെ ചെയ്തിരുന്നാൽ മതി. പരിപ്പൊക്കെ ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ ഇതിലേക്ക് ചെറിയ കഷ്ണം ഇഞ്ചി വളരെ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 4 അല്ലി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുത്തത് ഇട്ട് കൊടുക്കാം. ഇനി വെളുത്തുള്ളി ഇഞ്ചിയുടെ ഒക്കെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയുടെ ഒക്കെ പച്ചമണം മാറിയതിന് ശേഷം ഇനി ഇതിലേക്ക് ഇതേപോലെ ഒരു 1/4 കപ്പ് സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി മസാലയ്ക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി സവാളയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായി വരണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി സവാളയൊക്കെ ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ചിക്കൻ മസാല, 1/4 ടീസ്പൂണിൻ്റെ പകുതി കായപ്പൊടി. ഇനി നന്നായിട്ട് പൊടിയുടെ ഒക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. 1 മിനിറ്റ് വരെ ഇളക്കി കൊടുത്തിരുന്നാൽ മതി. പൊടിയുടെ ഒക്കെ ഒരു പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബോൾസ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ലോ ഫ്ലെയിമിൽ ഒരു 3 മുതൽ 4 മിനിറ്റ് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പം ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 4 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിയിലയും കൂടെ ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനിയെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മല്ലിയില ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിന് പകരം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്താൽ മതി. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്ത് പെട്ടെന്ന് ഉണ്ടാക്കിയെന്ന് നോക്കിയേ. ബ്രേക്ക്ഫാസ്റ്റായും ഈവനിങ് സ്നാക്സായും കുട്ടികളുടെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള
ഒരു റെസിപ്പിയാണിത്. ഉറപ്പായും നിങ്ങൾക്ക് ഇഷ്ടമാകും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത്. നല്ല സോഫ്റ്റായിട്ടിരിക്കുന്ന ഈ ഒരു മസാല കൊഴുക്കട്ട കഴിക്കാനായിട്ട് വേറെ കറിയുടെ ഒന്നും ആവശ്യമേ ഇല്ല. ഇനി ഇതേപോലെ ഒരു തക്കാളി ചട്നിയുടെ കൂടെ കഴിക്കുവാണെങ്കിൽ ഒന്നും പറയാനില്ല, സൂപ്പറാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. കൂടാതെ ഇതേപോലെയുള്ള റെസിപ്പിക്കായി ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.